വിദഗ്ധരായ ഷെഫുമാരുടെ നേതൃത്വം ഇന്ത്യൻ, ചൈനീസ്, അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ ഇന്ത്യൻ ബേക്സ് ആൻഡ് റെസ്റ്റോറന്റ്, ടൗൺ സ്ക്വയർ, വണ്ടൂർ. സ്വർണം സ്വന്തമാക്കാൻ നിരവധി അവസരങ്ങൾ അലിസൺ ഗോൾഡ് സൂക്ക് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. വിവാഹ പാർട്ടികൾക്ക് അഡ്വാൻസ് ബുക്കിംഗിലൂടെ 0% പണിക്കൂലിയിൽ സ്വർണം സ്വന്തമാക്കാം. അലിസൺ ഗോൾഡ് സൂക്ക്, AM മാർക്കറ്റ്, മണലിമൽ ബസ് സ്റ്റാൻഡ്, വണ്ടൂർ. നിലമ്പൂർ വണ്ടൂർ നിയോജക മണ്ഡലങ്ങളെ ബന്ധിപ്പിക്കുന്ന തൃക്കൈക്കുത്ത് പാലത്തിന്റെ ഉദ്ഘാടനം രാഷ്ട്രീയ വിവാദമാകുന്നു. ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കേണ്ടിയിരുന്ന AP അനിൽകുമാർ MLA പരിപാടി ബഹിഷ്കരിച്ചു. ഉദ്ഘാടനം പാർട്ടി പരിപാടിയാക്കി മാറ്റിയെന്നാണ് MLAയുടെ ആരോപണം. അതേസമയം പരിപാടിയിൽ പങ്കെടുത്ത വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേദിയിൽ നിന്നും ഇറങ്ങിപ്പോയി. വേദിയിൽ പ്രോട്ടോകോൾ ലംഘനം നടന്നതാണ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VK ഹസ്കർ അലിയെ ചൊടിപ്പിച്ചത്. മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്ത് വേദി വിട്ടതോടെ പ്രസംഗിക്കാൻ നിൽക്കാതെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും ഇറങ്ങിപ്പോവുകയായിരുന്നു. നിലമ്പൂരിൽ MLA ഇല്ലാത്തതും വണ്ടൂർ MLA പരിപാടി ബഹിഷ്കരിച്ചതും കാരണം ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷം സംസാരിക്കേണ്ടിയിരുന്നത് വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VK ഹസ്കർ അലിയാണ്. എന്നാൽ പ്രോട്ടോകോൾ ലംഘിച്ച മമ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെയാണ് പ്രസംഗിക്കാൻ ക്ഷണിച്ചത്. ഇതോടെയാണ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VK ഹസ്കർ അലി പരിപാടിക്ക് ക്ഷണിച്ച പൊതുമരാമത്ത് ഉദ്യോഗസ്ഥരെ പ്രതിഷേധം അറിയിച്ച് വേദി വിട്ടത്. ഉദ്ഘാടന ചടങ്ങ് CPM പരിപാടിയാക്കി മാറ്റിയെന്ന് ഹസ്കർ അലി കുറ്റപ്പെടുത്തി. ഇന്നലെ നടന്ന തൃക്കൈക്കുത്ത് പാലുദ്ഘാടനം നമ്മൾ നാട്ടുകാരൊക്കെ കണ്ടതാണ്. സ്വാഭാവികമായിട്ടും അവിടുത്തെ PWDന്റെ ഉദ്യോഗസ്ഥരെ ക്ഷണിച്ച പ്രകാരമാണ് ഞാനവിടെ എത്തി. പക്ഷേ അവിടെ എത്തി പരിപാടി കാണുമ്പോഴാണ് അതൊരു CPMന്റെ ഒരു സമ്മേളനം ആണ് അവിടെ നടക്കുന്നത് എന്നുള്ളത് മനസ്സിലായത്. അത് ഏറ്റവും ഖേദകരമെന്ന് പറയുന്നത് ഉത്തരവാദിത്തപ്പെട്ട മന്ത്രി അടക്കമുള്ള ആളുകൾ അതൊരു സമ്മേളന പ്രതിനിധിയിലേക്ക് ആ പരിപാടി കൊണ്ടുപോകാൻ നേതൃത്വം കൊടുത്തു എന്നുള്ളതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അവിടെ ആ വേദിയിലിരിക്കുമ്പോൾ എല്ലാവരും കണ്ടതാണ്. സ്വാഭാവികമായിട്ടും ബ്ലോക്ക് പ്രസിഡന്റ് എന്നുള്ള നിലക്ക് കിട്ടേണ്ട പരിഗണന കിട്ടിയില്ല എന്ന് മാത്രമല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം അവിടെ പ്രോട്ടോകോൾ, അവിടെ നോട്ടീസ്, ഇതുമായി പ്രോഗ്രാം നോട്ടീസ് അടക്കം ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് അവർക്ക് വേണ്ട സ്വാഭാവികമായിട്ടും CPM ഉദ്ദേശിച്ച രീതിയിൽ ആ പരിപാടി കൊണ്ടുപോയി എന്നുള്ളതാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദി ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇതിന് നേതൃത്വം കൊടുത്ത PW ഉദ്യോഗസ്ഥർ കൂടി അതിന് നേതൃത്വം കൊടുത്തു എന്ന് പറയുമ്പോൾ ഇത്തരത്തിലുള്ള പരിപാടികൾ സ്വാഭാവികമായിട്ട് പൊതുവായിട്ടുള്ള പരിപാടികൾ നടത്തേണ്ട, നേതൃത്വം കൊടുക്കേണ്ടവർ അതിന് ഒത്താശ ചെയ്ത് കൊടുക്കുന്ന രീതിയിലായിരുന്നു ഇന്നലെ നടന്ന പരിപാടി. അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഞാൻ ഇന്നലെ ആ വേദിയിൽ നിന്ന് ഇറങ്ങി പോകാനുണ്ടായ. തൃക്കൈക്കുത്ത് പാലം 1 വർഷം മുൻപ് CPM നേതൃത്വത്തിൽ ജനകീയ ഉദ്ഘാടനം നടത്തിയിരുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപായിരുന്നു അനൌദ്യോഗിക ഉദ്ഘാടനം. നിലവിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് വീണ്ടും മന്ത്രിയെ പങ്കെടുപ്പിച്ച് ഉദ്ഘാടനം നടത്തിയത്. ഇതിനു പുറമെ പാലത്തിന്റെ 2 ഭാഗങ്ങളിലും അപ്രോച്ച് റോഡ് നിർമ്മിച്ചിട്ടില്ല. ഇക്കാരണങ്ങൾ കൊണ്ടെല്ലാം തന്നെ AP അനിൽകുമാർ MLA പരിപാടി ബഹിഷ്കരിക്കുകയായിരുന്നു. ഉദ്ഘാടന ചടങ്ങ് പൂർണ്ണമായും CPM പരിപാടിയാക്കി മാറ്റിയെന്ന് AP അനിൽകുമാർ MLA ആരോപിച്ചു. യഥാർത്ഥത്തിൽ പാലത്തിന്റെ പൂർണ്ണമായ ഉപയോഗം ജനങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ 2 വശത്തും അപ്രോച്ച് റോഡ് വേണം. നിലമ്പൂർ വണ്ടൂർ ഭാഗങ്ങളിലേക്കുള്ള അപ്രോച്ച് റോഡുകളുടെ പ്രവൃത്തിയുടെ അംഗീകാരം പോലും ഇതുവരെ ലഭിച്ചിട്ടില്ല. അതിനിടയിലാണ് തട്ടിക്കൂട്ട് ഉദ്ഘാടനം നടത്തിയിരിക്കുന്നതെന്നും AP അനിൽകുമാർ MLA പറഞ്ഞു. എല്ലാ രീതിയിലുമുള്ള പ്രോട്ടോകോളുകളും ഒഴിവാക്കിക്കൊണ്ടാണ് ഏകപക്ഷീയമായി ഉദ്ഘാടനം നടന്നത്. G സുധാകരൻ മന്ത്രിയായിരിക്കുമ്പോൾ വണ്ടൂർ MLA എന്ന നിലയ്ക്കും അതുപോലെ PV അൻവർ MLAയും ഒരുമിച്ച് ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഈ പാലത്തിന് അംഗീകാരം ലഭിച്ചത്. ഇക്കഴിഞ്ഞ 4 വർഷക്കാലം പാലത്തിനുവേണ്ടി ഇപ്പോഴത്തെ പൊതുമരാമത്ത് മന്ത്രി ഒന്നും തന്നെ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ അപ്രോച്ച് റോഡിന്റെ ഫണ്ട് അനുവദിക്കാതെയും പ്രവൃത്തി പൂർത്തീകരിക്കാതെയും വന്നത്. രാഷ്ട്രീയമായ ഒരു PR വർക്കാണ് ഇവിടെ നടന്നിരിക്കുന്നത്. നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള തട്ടിക്കൂട്ട് ഉദ്ഘാടനമാണ് അരങ്ങേറിയതെന്നും ഇത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണെന്നും AP അനിൽകുമാർ MLA പറഞ്ഞു. ഈസ്റ്റ് ലൈവ്, വണ്ടൂർ. എല്ലാവിധ റണ്ണിംഗ് മെറ്റീരിയൽസിനും ഡ്രസ് കോഡുകൾക്കുമായുള്ള എക്സ്ക്ലൂസീവ് ഷോറൂം ഇപ്പോൾ നമ്മുടെ വണ്ടൂരിലും. പരാഗ് ഫാഷൻ നിയർ മൈജി ഷോറൂം, കാളികാവ് റോഡ്, വണ്ടൂർ. 3ാം വാർഷിക തിളക്കത്തിൽ ഹയാ ഗോൾഡ് പുതിയ വിസ്മയങ്ങൾ തീർക്കാൻ ഒരുങ്ങുന്നു. ഓരോ 50,000 രൂപയുടെ ഗോൾഡ് പർച്ചേസിനും ഗോൾഡ് കോയിൻ സമ്മാനം. ഹയാ ഗോൾഡൻ ഡയമണ്ട്സ്, വണ്ടൂർ.